നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കുമ്പളങ്ങി 1-ാം വാർഡ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കുമ്പളങ്ങി 1-ാം വാർഡ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാർഡിൽ നിന്നും വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ ജോസഫിനെയും വാർഡ് മെമ്പർ KV സാബുവിനും പൗരസ്വീകരണം നൽകി. ഈ വാർഡിനെ എത്രയും ഭംഗിയായി കൊണ്ടുപോകുവാൻ എൻ്റെ ഒരു സഹോദരൻ കൂടിയായ സാബു അവർകൾ, ഇനി സാബു എന്ന് വിളിക്കാൻ പറ്റില്ല, മറ്റേത് ഞാൻ മോനെ എന്നൊക്കെ വിളിക്കുന്നു, ഇനി സാബു അവർകൾ എന്ന് വിളിക്കണം. അത് പറയുമ്പോൾ എനിക്കിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് എന്നോട് പറഞ്ഞ് ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ, എനിക്ക് പ്രസിഡന്റ് എന്ന് വിളിച്ച് ഇനി വൈസ് പ്രസിഡന്റ് എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എന്ന് വിളിച്ചോണ്ട്. അപ്പം അതേപോലെ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ മോനെ എന്ന് വിളിച്ചോ, ഞാൻ മോനെ എന്ന് തന്നെ വിളിക്കുള്ളൂ കേട്ടോ. ബഹുമാന്യരായ ഇവിടെ ആശംസകൾ അർപ്പിച്ച ജലീൽ അവർകൾ, ബാബു വിജയാനന്ദൻ അവർകൾ, സാഗർ അവർകൾ, നന്ദി പറയേണ്ട ഷാജി, സ്വാഗതം ആശംസിച്ച എൻ്റെ കൊച്ചു സഹോദരൻ അനിൽ ദാമോദർ, ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ വാർഡിലെ എൻ്റെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട KG MLA പറഞ്ഞു, ഇവിടെ ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാ വാർഡിലും കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം കൊടുത്തിട്ടുള്ള പദ്ധതി വിഹിത ഫണ്ടുകൾ അതുമാത്രമാണ് കുമ്പളങ്ങിയുടെ വികസനത്തിൻ്റെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന മാതൃകകൾ. 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ ചെയ്ത് പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ള നമ്മുടെ MP ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ ഈ നാടിന് എന്തു നൽകി എന്നുള്ള ചോദ്യം കൂടി ഇവിടെ പ്രസ്താവ്യമാണ്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, ഞാൻ ഫണ്ട് തന്നത് അനുസരിച്ചാണെങ്കിൽ ഇവിടെയുള്ള 19 വാർഡും LDF നേടുമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ വാർഡിലേക്ക് നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നമ്മുടെ കുമ്പളങ്ങി പാർക്കിൻ്റെ ഇവിടുത്തെ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം സംസാരിച്ചത് പാർക്കിൻ്റെ ശോചിയാവസ്ഥ പരിഹരിക്കാം, ഒന്നുകൊണ്ടും പേടിക്കില്ല, നമുക്ക് ഹൈടെക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹത്തിന്. നമുക്ക് പാർക്കിൻ്റെ നവീകരണം ഒരു 5000 രൂപയോ അല്ലെങ്കിൽ 50,000 രൂപയോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയോ കൊണ്ട് നമ്മുടെ കുമ്പളങ്ങി കുമ്പളങ്ങിയുടെ മുഖമാണ്. ആ കുമ്പളങ്ങിയുടെ മുഖത്തെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളായാലും ആഭ്യന്തര ടൂറിസ്റ്റുകളായാലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളായാലും പരിസരത്തുള്ള നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും കുമ്പളങ്ങി ആദ്യം നോക്കിക്കാണുന്നത് കുമ്പളങ്ങിയുടെ പെരുമ്പടപ്പ് പാലത്തിൽ നിന്ന് ഇക്കരയ്ക്ക് വരുമ്പോൾ കാണുന്ന ആ സ്ഥലമാണ്. അത് കുമ്പളങ്ങിയുടെ മുഖമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം KG MLA നേതൃത്വത്തിൽ അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരും എന്നുള്ളതാണ് എനിക്ക് 2026 ജനുവരി 4-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് നോർത്ത് സംസ്കൃതി ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. KG MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ജനപ്രതിനിധികൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വീകരണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ജനപ്രതിനിധികൾക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ ആ സ്വീകരണത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് അവരുടെ കടമ നിർവഹിക്കാൻ എപ്പോഴും സന്നദ്ധമായി ജനങ്ങളൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. KV സാബുവിൻ്റെ വിജയം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു അടിപൊളി വിജയമായിരുന്നു KV സാബുവിന്. അപ്പോൾ 1-ാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം സൂസൻ ജോസഫ് ആയിരുന്നപ്പോൾ ഞാൻ കുറേ പങ്കെടു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സാബുവിന് പറഞ്ഞ് അതൊക്കെ നോക്കി നടത്തിക്കോളണം കൃത്യമായിട്ട്. 2 പേർക്കല്ലേ
അതൊക്കെ ഇനിയിപ്പോൾ സാഹു അത് കൃത്യമായിട്ട് നോക്കി അതൊക്കെ ചെയ്യണം. പിന്നെ സൂസൻ ജോസഫും ഇതിൽപ്പെട്ട തന്നെ ബ്ലോക്ക് മെമ്പറാണ്. എന്നുമായിട്ട് എം എൽ എ നിലക്ക് ഏറ്റവും സഹകരിച്ചു പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് സൂസൻ ജോസഫ്. അതിനെപ്പോഴും അന്നും മുമ്പ് എപ്പോഴും ഞാനത് പറയാറുണ്ട്, സഹകരിച്ചു പോയിട്ടില്ല വികസന കാര്യത്തിൽ. പിന്നെ കുമ്പളങ്ങിൽ വികസനം കൊണ്ടുവന്ന കാര്യം നോക്കിയാൽ എല്ലാ സീറ്റും നമുക്ക് ഉണ്ടായിരുന്നു. അത്രയും പൈസ ഈ കുമ്പളങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ചില്ലറ പൈസ അല്ല, കോടികൾ കണ്ടല്ലാത്ത കോടികൾ ഈ കുമ്പളങ്ങിയിൽ വിവിധ ഭാഗങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകൾക്കും പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുക്കാത്തൊരു വാർഡുമില്ല. ഓരോരോ കാര്യങ്ങൾക്ക് നോക്കുന്നെങ്കിൽ കുമ്പളങ്ങിയുടെ വികസന കാലഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷക്കാലമാണ്. അപ്പോൾ ഈ മെയ് മാസം വരുമ്പോൾ 10 വർഷം തീയതി നമ്മുടെ 2ാം ടേമിൻ്റെ കാലാവധി തീരുകയാണ്. 10 വർഷക്കാലമാണ്. നിങ്ങൾക്ക് പരിശോധിച്ചറിയാൻ പറ്റും. എൻ്റെ അടുത്ത് വരുന്ന പഞ്ചായത്ത് മെമ്പർമാരും ഈ കുമ്പളങ്ങിയിലെ ജനങ്ങളും വരും. സജിനി ഷാജി അധ്യക്ഷത വഹിച്ചു. KD അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ട് കഴിഞ്ഞ COVID-19 ഇന്നത്തേക്ക് ഒരു 5 വർഷമായി ഈ ഒരു കൂട്ടായ്മ നമ്മൾ തുടങ്ങിയിട്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ പോകുന്നത്. ഒരു രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ജാതിപരമായോ മതപരമായോ ഒന്നും തന്നെ ഇല്ലാതെ ഇത്രയും 5 വർഷം നല്ല മുന്നോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അതൊരു കൂട്ടായ്മയായിട്ട് തന്നെ ഇനിയും ഇതിലും വിപുലമായുള്ള പല ആസൂത്രണ പരിപാടികൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ നടത്തുവാൻ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് നമ്മുടെ 1-ാം വാർഡിലെ എല്ലാ ജനങ്ങളും നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുക. അതുപോലെ തന്നെ എനിക്ക് വികസനത്തിന് വേണ്ടി പറയാനുള്ളത്, നമ്മുടെ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള 2 സൈഡിലുള്ള വേസ്റ്റ് ഇടലുകൾ, അത് ഇപ്പോൾ 2 ജനപ്രതിനിധികളുണ്ട് നമ്മുടെ 1-ാം വാർഡിൻ്റെ. നമ്മുടെ കൊച്ചി മണ്ഡലം MLA സഖാവ് KG മാക്സി ഉണ്ട്. അപ്പോൾ 2 സൈഡിലും വേസ്റ്റുകളിട്ട് ഇതാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായാണ് നമ്മുടെ KV തോമസ് നമ്മൾ വേൾഡ് മാപ്പിൽ വരെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാർക്കും അതുപോലെ തന്നെ നല്ലൊരു വികസനത്തിന് വേണ്ടി പാർക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണം. അതുപോലെ തന്നെ കഴിഞ്ഞ 2002 കാലഘട്ടങ്ങളിൽ കലാഗ്രാമം എന്നൊരു പദ്ധതി അന്ന് കേന്ദ്രവും തുടർന്ന് അബ്ദുൽ ജലീൽ, പ്രേം സാഗർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മളിപ്പോൾ ഇവിടെ MLA വളരെ നന്നായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പരിപാടിക്ക് MLA വിളിക്കുമ്പോൾ ഇത്രയും ആളുകൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഭവം MLA പറഞ്ഞു. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുമ്പോൾ ഒരു ആശങ്കയോടെയാണ് പറഞ്ഞത്. ഒരു ചെറിയ പരിപാടിയാണ് സ്വാഗതം, അതുകൊണ്ട് എൻ്റെ പേരുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളെ ആ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇവിടെ ആളുകൾ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഒരു വലിയ ഒരു വിജയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കാണുന്നത്. സ്വാഗതം പറഞ്ഞ അനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഇവിടെ പറഞ്ഞു, ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയുടെ ആരംഭം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ജനങ്ങൾക്ക് അന്ന് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പണിയെടുത്തുള്ള ഒരാളാണ് ശ്രീ അനിൽകുമാർ. അതിനകത്ത് നമ്മൾ കാലങ്ങൾ ഇത്രയെങ്കിലും അങ്ങനെ നമുക്ക് മറന്നു പോകാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അനിൽകുമാർ. ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ട് നിൽക്കുകയാണ്. ഭഗവാന്റെ പ്രഭാതങ്ങളിൽ ശിരസ്സം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ തടസ്സങ്ങളും വിഘ്നങ്ങളും ഇല്ലാതെ ഈ വാർഡിലെ 2 ജനപ്രതിനിധികൾ ഒരു തായ്വേരാണ് ഈ 2 പേരെന്ന് പറയുന്നത്. ജനപ്രതിനിധികളുടെ തായ്വേരായി പ്രവർത്തിക്കുന്ന 2 ജനപ്രതിനിധികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടായി കരുതുന്നവരാണ്. അവരെ ഒരിക്കലും കണ്ടില്ലെന്ന് കാണിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ കാതോർത്തുകൊണ്ട് അത് പരിഹരിക്കുവാൻ നിങ്ങൾ 2 പേരും സന്മനസ് കാണിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. ഞാനൊരു എളിയ പൊതുപ്രവർത്തകൻ, നീണ്ട സംവത്സരങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തില് വളരെയധികം കല്ലേറും അധിക്ഷേപവും. അപ്പോൾ 2 പേരും നമുക്ക് നമ്മുടെ ഈ വാർഡിനകത്ത് വലിയ സംഭാവന ചെയ്തിട്ടുള്ളവരാണ്, ഇനിയും ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നല്ല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് 2 പേരെയും നമുക്ക് ഈ നമ്മുടെ വാർഡിനകത്ത് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയിട്ടുള്ള 2 പേരെയും നമുക്ക് വാർഡിനകത്ത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പറയാതെ തന്നെ സാറിലൂടെ 1-2 കാര്യങ്ങൾ
ഞങ്ങൾ പറയാൻ വെച്ചിട്ടുള്ള കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് കാലങ്ങളായി സൂസന് അറിയാൻ കഴിയും. ഞാൻ ഗ്രാമസഭ കൂടുമ്പോൾ ആദ്യമായി പറയുന്ന ഒരു വിഷയം വേസ്റ്റ് മാനേജ്മെൻറ്റ് സംബന്ധിച്ചാണ്. അത് നമുക്ക് വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എല്ലാവരും ഓരോ പ്രദേശത്തേക്ക് ഇടുകയാണ്. ചില ആളുകൾ കിറ്റിനകത്ത് കെട്ടി ഇടും. അതാണ് അപകടം. വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കാക്കയും പൂച്ചയും പട്ടിയൊക്കെ എല്ലാം ബാക്ടീരിയയുടെ ശ്രമമായി കുറെ പോകും. PJ ഷാജി കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.